അണ്ണാരക്കണ്ണ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? അണ്ണാരക്കണ്ണ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? പാവം നീ അണ്ണാരക്കണ്ണനെ എന്തിനു കെണിയിൽ പെടുത്തി പിടിച്ചതു? നിക്കൂട്ടിൽ ഒറ്റക്കടച്ചിട്ടതെന്തിനു നീ? അണ്ണാരക്കണ്ണ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? നീ ദുഃഖിച്ചിരിക്കണതെന്തുകൊണ്ട്? പാവം നീ അണ്ണാരക്കണ്ണനെ എന്തിനു കെണിയിൽ പെടുത്തി പിടിച്ചതു? നിക്കൂട്ടിൽ ഒറ്റക്കടച്ചിട്ടതെന്തിനു നീ? അഴകേറും കൂടല്ലേ കൂട്ടിൽ പഴമില്ലേ? തൂവള്ളിക്കിണ്ണത്തിൽ പാലുമില്ലേ? ചുറ്റും കണ്ടിട്ടിരിക്കുവാൻ ചന്തമില്ലേ? അഴകേറും കൂടല്ലേ കൂട്ടിൽ പഴമില്ലേ? തൂവള്ളിക്കിണ്ണത്തിൽ പാലുമില്ലേ? ചുറ്റും കണ്ടിട്ടിരിക്കുവാൻ ചന്തമില്ലേ? കണ്ണുകൾ കീറാത്ത നാലഞ്ചു കുഞ്ഞുങ്ങൾ എന്നെയും കാത്തിട്ടിരിപ്പാണ്. അമ്മിഞ്ഞ പാലിനായി കാത്തിട്ടിരിപ്പാണല്ലോ. നിന്നെ കാണാഞ്ഞാൽ വിഷമിക്കുമോ? കുഞ്ഞു മക്കൾ വാവിട്ട് കരഞ്ഞിടുമോ? ദുഃഖം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിടുമോ? നിന്നെ കാണാഞ്ഞാൽ വിഷമിക്കുമോ? കുഞ്ഞു മക്കൾ വാവിട്ട് കരഞ്ഞിടുമോ? ദുഃഖം താങ്ങാൻ അവർക്ക് കഴിഞ്ഞിടുമോ? കണ്ണിലെ കണ്ണായ മക്കൾ നെഞ്ചിലെ ചൂടിൽ കാതൊട്ടും ഉറങ്ങുകില്ല. മുത്തം നൽകാതുറക്കം വരികയില്ല. നീ കുറെ കരഞ്ഞത് കൊണ്ടൊരു കാര്യവുമില്ല. നിന്നെ ഞാൻ വിടില്ല. ഈ കൂട്ടിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതായാലും ഞാൻ പോയി കുറച്ച് കാട്ടുകിഴങ്ങ് പറിച്ചുകൊണ്ട് വരാം. കാട്ടുകിഴങ്ങ് തിന്നാൽ കുറച്ച് ദിവസം കൊണ്ട് നീ തടിച്ചു കൊഴുക്കും. എന്നിട്ട് നിന്നെ ഞാൻ ചുട്ടു തിന്നും. ആനിമോളെ, ഇനി ഇവിടെ നിന്നാൽ അപകടമാ. ചുക്കിണി എണ്ണാനെ ചുട്ടൻ ചുട്ടു തിന്നതിന് മുമ്പ് നമുക്ക് കൂട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി എന്തെങ്കിലും സൂത്രം കണ്ടെത്തി അണ്ണാരക്കണ്ണനെ രക്ഷിക്കണം. എന്താ? ശരിയാ. എല്ലാവരും എത്തിയിട്ടും നമ്മുടെ ദിനവൻ അമ്മാവനെ കാണുന്നില്ലല്ലോ. വരുന്നുണ്ടല്ലോ. മക്കളെ, ഞാൻ അല്പം വൈകി, അതുകൊണ്ടാ ലേറ്റായത്. ദിനവൻ ചേട്ടാ, വേഗം വന്നിരിക്കൂ. നമുക്ക് ഉടനെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ചുട്ടന്റെ കയ്യിൽ നിന്നും ചുക്കിണി അണ്ണാനെ രക്ഷപ്പെടുത്തണം. ഓ, ശരി ശരി. നല്ല ബുദ്ധി പ്രയോഗിച്ച് ചുക്കിണി അണ്ണാനെ നമുക്ക് ഉടൻ രക്ഷപ്പെടുത്താം. ബുദ്ധി കൊണ്ടൊന്നൊരു പ്രയോജനമില്ലെന്നേ. ശക്തിയാണ് വേണ്ടത്. ശക്തി ഉണ്ടെങ്കിൽ വേട്ടക്കാരനെ ഇടിച്ച് പപ്പടമാക്കാം. അണ്ണാരക്കണ്ണനെ രക്ഷിക്കാൻ ഇനി എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷമിച്ചിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. രക്ഷപ്പെടാൻ പോംവഴികൾ കണ്ടെത്തണം. അതിന് ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. ബുദ്ധി കൊണ്ട് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാക്കയുടെ കഥ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാ ആ കഥയൊന്ന് കേൾക്കട്ടെ.